എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 15 മൺഡേ. ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നിഫ്റ്റിയിൽ എന്തൊക്കെയായിരുന്നു നമ്മളെ പ്ലാന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നിന്ന് ഏകദേശം ഒരു 200-250 പോയിന്റ്. ഓക്കെ, ഓൾമോസ്റ്റ് 1% മേലെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വോളിയം പ്രൊഫൈൽ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് ഓപ്ഷൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വീക്ക് എന്ന് പറയുന്നത് ഇതെന്താണ്, നമ്മളെ എക്സ്പയറി അല്ലേ, ചൊവ്വാഴ്ച എക്സ്പയറി ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഒരു നല്ലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, ആ ലെവലിൽ മാർക്കറ്റിൽ എന്താണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്കറിയാം മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റേഴ്സിന്റെ ബേസിലാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾ, ഓപ്ഷൻ സെല് ചെയ്യുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ നോർമലി എന്താണ് ഇവിടെ എന്നുള്ളത്, ഇവിടെ ഒരു ബേസ് മാർക്കറ്റിൽ ഉണ്ടായി, ഒരു സപ്പോർട്ട് ഏരിയ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പയറി ഡേയിൽ നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സോണിൽ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് അത് എവിടെയാ എന്നതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാവും മാർക്കറ്റിൽ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് അപ്പം തന്നെ എന്ത് ചെയ്തു, എവിടെയാണ് ബയേഴ്സ് വന്നിട്ടുള്ളത് അവിടെ തന്നെ മാർക്കറ്റ് റിക്കവർ ആയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മേലെ പോയി ഈ റെസിസ്റ്റൻസിൽ സെല്ലും വന്നു. ഇതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച. ഓക്കെ, കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ സംഭവിച്ച കാര്യമാണിത്. എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ എവിടെയാണ് സെല്ലേഴ്സ് ഉണ്ടായിരുന്നത്, ഇന്ത്യൻ സ്വാഭാവികമായിട്ട് എന്താണ് സെല്ലേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സെല്ലേഴ്സ് എവിടെ നിന്നാണ് സെല്ല് ചെയ്തത് അവിടെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് താഴെ പോയി. എവിടെയാണ് പുട്ട് സെല്ലേഴ്സ് വന്നിട്ടുള്ളത് അവിടെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മേലെ പോയി. അപ്പം എന്താണ്, രണ്ട് സോണ് മാർക്കറ്റിൽ ഉണ്ടാവും. എപ്പോഴും മാർക്കറ്റിൽ എന്താണ് ഉണ്ടാവുക, രണ്ട് സോണ് മാർക്കറ്റിൽ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടുന്ന് ആ സെല്ലേഴ്സ് പുഷ് ചെയ്ത് മാർക്കറ്റിന് താഴെ കൊണ്ടുപോയി. മേലെ ഇവിടുന്ന് എന്താണ് താഴ്ന്ന് പുട്ട് സെല്ലേഴ്സ് മാർക്കറ്റിന് സെല് ചെയ്ത് മേലെ കൊണ്ടുപോയി. ഓക്കെ, നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. സ്വാഭാവികമായിട്ടും എത്ര പോയിന്റ് ഓപ്പൺ ചെയ്തു, ഏകദേശം 250-240 പോയിന്റിന് അടുത്ത് ഗ്യാപ്പ് അപ്പ് ആയി. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, എവിടെയാണ് മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്, കഴിഞ്ഞ ദിവസം റെസിസ്റ്റൻസ് എവിടെയാണ്, ഈ സെല്ലേഴ്സ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് മാർക്കറ്റിലൊരു ബേസ് ആയിരുന്നു. ആ ബേസ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത്. ഓക്കെ, അവിടെയാണ് ഇത് നമ്മളെ ലെവലിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുധനാഴ്ച കൊടുത്ത ലെവലിലാണ് മാർക്കറ്റിൽ, ഈ ഒരു ലെവലിലാണ് ഫാള് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തത്, അവിടെയാണ് സപ്പോർട്ട് എടുത്തത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി വരച്ച ലെവലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ സെല്ലേഴ്സ്, ഈ സെല്ലേഴ്സിന്റെ അവിടെ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവുക എന്താണ്, അവരവിടെ എക്സിറ്റ് ആയിട്ട് പുട്ട് സെല്ലേഴ്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവിടെ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സോണിൽ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്ന ആളുകൾ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും മേലോട്ട് പോകുന്നതാണ്. പുട്ടിന്റെ പ്രീമിയം കുറഞ്ഞു പോകും. ഓരോ ദിവസം ഗ്യാപ്പ് അപ്പ് കിട്ടി മാർക്കറ്റിൽ ഹെവി ആയിട്ട് മൂവ് ചെയ്തു. ഓക്കെ, കാരണം എന്ന് വെച്ചുമ്പോൾ എന്താണ് സെല്ലേഴ്സ് ഉള്ളത് അവരവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നെക്സ്റ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടി. അപ്പം ഈ ഒരു സോണിൽ എവിടെയെങ്കിലുമൊക്കെ ഇവിടെയാണ് പുട്ട് സെല്ല് ചെയ്തിരിക്കുന്നതെങ്കിലും 23,500. ഓക്കെ, 23,500 പ്രീമിയം ഇപ്പം എന്താണ് ഓൾമോസ്റ്റ് ഒരു 10 രൂപേൻ്റെ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്, മാർക്കറ്റിൽ സെല്ല് ചെയ്ത ആളുകൾ എന്താണ് ലോസിൽ എക്സിറ്റ് ആയി പോയി. പുട്ട് സെല്ല് ചെയ്തെന്ന് പറയുമ്പോൾ ആളുകൾ എന്താണ് അവർ ഓൾമോസ്റ്റ് 95% പ്രോഫിറ്റ് എടുത്തു കൊടുന്നു അല്ലേ. ഒരു 200 രൂപ സെല്ല് ചെയ്ത ആളുകൾ ഓൾറെഡി എന്താണ് ആ പ്രീമിയം എന്ന് പറയുമ്പോൾ 5 രൂപയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് കിട്ടാനല്ലേ, എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടാനില്ല അല്ലേ. കാരണം മാർക്കറ്റ് ഇന്നും ഗ്യാപ്പ് അപ്പ് ഓപ്പണായി. അപ്പോൾ 5 രൂപയുടെ പ്രീമിയം ഇനി കിട്ടാനുള്ള 5 രൂപയുടെ 10 രൂപ പോലും ഉണ്ടാവില്ല, 5 രൂപ 4 രൂപയാണ് ഉണ്ടാവുക. ഓക്കെ, അറ്റ് മണിയിൽ ട്രേഡ് ചെയ്താലും അല്ല ഇന്ത മണിയിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇനി കിട്ടാൻ രാവിലെ 9:15 ഓപ്പണായി. ഇനിയിപ്പം മാർക്കറ്റ് നാളെ 3:30 വരെ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് എന്താണ് കിട്ടുക, 5 രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് എന്തില്ല, അവർക്കൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ ക്ലിയർ ആയിട്ടുള്ള വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വോളിയം പ്രൊഫൈലല്ല ഞാൻ ഇട്ടത്, ഇത് ബേസിക് ആണ്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കുള്ള ബേസിക് നോളജ് ആണ് ഇത്. കാരണം എന്ന് പറയുമ്പോൾ സെല്ല് ചെയ്ത ആളുകൾ എന്താണ്
ലോസിൽ എക്സിറ്റ് ആയിട്ടുണ്ടാവും, ഹെവി ലോസിലുണ്ടാവും. ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുട്ട് സെല് ചെയ്ത ആളുകൾ എന്താണ്, അവർ ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് കിട്ടാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഇനി എന്താണ് വേണ്ടത്? ഇനി വേണ്ടത് ഒരു ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ആ 5 രൂപ പ്രീമിയത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മാർക്കറ്റിനെ വെറുതെ 2 ദിവസം ഓടിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 5 രൂപ പ്രീമിയത്തിന് വേണ്ടി മാർക്കറ്റിന് 2 ദിവസം അവരെന്തായാലും മാർക്കറ്റിനെ ഓടിപ്പിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായിരുന്നു വ്യൂ, നമ്മളെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാക്കിയിട്ട് ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴോട്ട് വരും എന്നായിരുന്നു നമ്മളെ വ്യൂ. ഓക്കെ, ആ വ്യൂ ആണ് ഞാൻ ഗ്രൂപ്പിനകത്ത് ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നെക്സ്റ്റ് നമ്മൾ 1 മിനിറ്റിലേക്ക് പോയി, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്കൊരു ഷാർപ്പ് അപ്പ് മൂവ് ഉണ്ടാക്കണം. അതിൻ്റെ എന്ത് ചെയ്യണം, മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ സെല്ലേഴ്സ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളെപ്പോഴാണ് മാർക്കറ്റിൽ പുതിയ സെല്ലേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്, മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ നമുക്ക് 2 ഗ്യാപ്പ് കിട്ടി, നമ്മളെ ഗ്യാപ്പ് ഹോൾഡ് ചെയ്യാതെ മാർക്കറ്റ് താഴെ വരുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, മാർക്കറ്റിൽ സെല്ലേഴ്സ്, പുതിയ സെല്ലേഴ്സ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ലെവലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സോണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുട്ടിൻ്റെ ചാർട്ടിലേക്ക് പോകും. പുട്ടിൻ്റെ ചാർട്ട് എടുത്തു. ഓക്കെ, അപ്പം ഫസ്റ്റ് എടുക്കുന്നത് 24,200 പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന എവിടെയാണ് ഇതിൻ്റെ പ്രീമിയം, ഏകദേശം 550 ഉണ്ടായിരുന്ന പ്രീമിയമാണ് 230 എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെ കവറിങ് കിട്ടിയിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ബയ്യേഴ്സ്, പുട്ട് സൈഡിൽ ബയ്യേഴ്സ്, ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, സി സെല്ലേഴ്സ് എൻ്റർ ആയത് ഈ ഒരു സോണിലാണ്. അപ്പോൾ അതിൻ്റെ റീടെസ്റ്റ് ആയിരിക്കും നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ഏകദേശം എന്താണ് 250 റേഞ്ചാണ് നമുക്ക് എൻട്രി വരിക, നമ്മളെ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് വരുന്നത്. കാരണം കവറിങ് എടുത്തു, അതിൻ്റെ റീടെസ്റ്റ് ആയിരിക്കും നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ എസ് എൽ എത്ര വരും, ഏകദേശം 10 പോയിന്റ് ആയിരിക്കും നമ്മൾ എസ് എൽ വരിക. നമുക്ക് എത്ര പോയിന്റിന് മൂവ് ഉണ്ടായിരുന്നു, ഈ പ്രീമിയത്തിലല്ല നമ്മൾ എടുത്തത്, പക്ഷേ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, 123 പോയിന്റിന് മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 10 പോയിന്റ് റിസ്കിൽ. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, കോൾ ഓപ്ഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, കോൾ ഓപ്ഷനിൽ മാർക്കറ്റ് എവിടെയോ എന്തായാലും നോക്കണം. കോൾ ഓപ്ഷനിൽ മാർക്കറ്റ് ഹൈ ഉണ്ടാക്കി, നമ്മൾ പറഞ്ഞ എല്ലാ ഡ്രാപ്പും കഴിഞ്ഞു, മാർക്കറ്റ് ഹൈ ഉണ്ടാക്കി എന്ത് ചെയ്തു, നമ്മളെ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തു, നമ്മളെ ഗ്യാപ്പിൽ റീടെസ്റ്റ് എടുത്തു. ഓക്കെ, ഇത് വോളിയം പ്രൊഫൈൽ വരച്ച ആളുകൾക്ക് ജസ്റ്റ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗ്യാപ്പ് എവിടെയാണെന്ന്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ റീടെസ്റ്റ് എവിടെയാണ്, ഈ ഏകദേശം 88 നമ്മൾ എസ് എൽ എത്ര പോയിന്റ് ഉണ്ട്, ഏകദേശം 5 പോയിന്റ് 6 പോയിന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എസ് എൽ വരുന്നതായിരിക്കും. ഏകദേശം മാർക്കറ്റ് എത്ര മൂവ് ചെയ്തു, 150 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്, 6 പോയിന്റ് 7 പോയിന്റ് റിസ്കിൽ. ഓക്കെ, ഇതായിരുന്നു നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. ഞാൻ കൊടുത്ത പ്രീമിയം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കാരണം നമ്മൾ മറ്റേ പ്രീമിയത്തിൽ വരച്ചത്, കൊടുത്ത പ്രീമിയം എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈമിൽ എന്താണ് ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ലെവൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ താഴത്തെ ഗ്യാപ്പ്, അതിനുശേഷം 90 മാർക്കറ്റ് ഏകദേശം എത്ര പോയി, 136 വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് 2-3 പോയിന്റ്. അതിനുശേഷം വീണ്ടും ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഈ ഒരു ലോൻ്റെ താഴെ വന്ന സമയത്താണ് ഞാൻ ഗ്രൂപ്പിലിട്ടത്. ഞാൻ പറഞ്ഞു 102 അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മേടിക്കാൻ വേണ്ടി പറ്റും, 99 എസ് എൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ സ്പൈക്ക് അടിച്ചു, ഓൾമോസ്റ്റ് 105 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം എത്ര പോയിന്റ് എസ് എൽ വരും, ഒരു 6 പോയിന്റ് എസ് എൽ നമുക്ക് വരുന്നതായിരിക്കും. 6 പോയിന്റ് മാർക്കറ്റ് എത്ര പോയിന്റ് മൂവ് ചെയ്തു, ഏകദേശം 55 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1:10 റേഞ്ചിൽ നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര നമ്മൾ കൂട്ടുന്നില്ലെങ്കിൽ ഓക്കെ, നമ്മൾ ലാസ്റ്റത്തെ ഹൈ വെക്കുകയാണെങ്കിലും 138 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 1:10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത പ്രീമിയം. ഞാൻ കൊടുത്തത് ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോഴേക്കും എനിക്കത് 2.25 സംതിങ്ങിലാണ് ഞാൻ കൊടുത്തത്. 102 അപ്പോൾ മേടിക്കാൻ വേണ്ടി പറഞ്ഞു 99. അതിൻ്റെ ലോജിക്ക് വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫസ്റ്റ് ഒന്ന് പോയി, അതിനുശേഷം വീണ്ടും റീടെസ്റ്റ് എടുത്തു, ഏകദേശം 105 വരെ, 104 സംതിങ്, 105 റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇവൻ ദോ 5 പോയിന്റ് എസ് എൽ ആയിരിക്കും നമുക്ക് ആ ട്രേഡും വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ലോജിക്ക് മാർക്കറ്റ്. നമ്മൾ വോളിയം പ്രൊഫൈൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ കണ്ടീഷനിൽ. ഓക്കെ, മാർക്കറ്റ് ഒരു സൈഡിലേക്ക് തന്നെ മൂവ് ഗ്യാപ്പ് ആയി പോകുമ്പോൾ നമുക്ക് ഈ ലോജിക്ക് കൂടെ മനസ്സിലാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും ആ 1 ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം പ്രീമിയം ഓൾമോസ്റ്റ് ഡെഡ് ആയ പ്രീമിയം എന്തായാലും ഒരു 2 ദിവസം 3 ദിവസം ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതെന്താവും, മാർക്കറ്റിലൂടെ ട്രാപ്പ് ചെയ്തിട്ട് ഒരു ഡയറക്ഷൻ മൂവ് കിട്ടും. ഓക്കെ, ആ ഡയറക്ഷൻ മൂവ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ത് ചെയ്തു, താഴെ പോകും എന്നുള്ള രീതിയിൽ നിന്ന് മാർക്കറ്റ് പക്ക സൈഡ് വൈസായി മേലെ താഴെ പോയി, അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്തു. ഏകദേശം 85 എന്നാണ് മാർക്കറ്റ് ഡയറക്റ്റ് ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്തിട്ടാണ് ഏകദേശം 162 വരെ പോയിട്ടുള്ളത്. ഇതായിരുന്നു മൂവ്, ഈ മൂവ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നാളത്തേക്കുള്ള ലെവൽസ് ഞാൻ ഇപ്പം തന്ന സ്ട്രൈക്കിലുള്ള നാളത്തെ ലെവല് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സെയിം ലെവൽ തന്നെയാണ് ഞാൻ വോളിയം പ്രൊഫൈലിന് ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. പിന്നെ ഡാറ്റ വന്നിട്ടില്ല, ഡാറ്റ വന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മളെ വീക്ക്ലി ലെവൽസ് ഇതൊക്കെയാണ്. നമ്മളെ വീക്ക്ലി ലെവൽസ് എന്ന് പറയുന്നത്
സോറി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ 50 മില്ലിലേക്ക് ആകാം, കാരണം ചാർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഈ ലെവലിൻ്റെ എബോ നമുക്ക് ബുള്ളിഷ് ആണ് വരുന്നത്. നമ്മുടെ അടുത്ത് ഓൾറെഡി ബൈ ഉണ്ട്, ഏകദേശം 200 പോയിന്റ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഹോൾഡ് ചെയ്യുന്ന ബൈ ഓൾറെഡി ഉണ്ട്. കാരണം നമ്മുടെ ലെവലിൻ്റെ ഈ ലെവലിൻ്റെ മേലെ തന്നെ നമുക്ക് ഓൾറെഡി ബുള്ളിഷ് ആണ്. മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പ് വന്നു, നമ്മൾ കറക്റ്റ് ലെവലിലാണ് 78 ലെവലിൽ നമുക്ക് വീണ്ടും ബൈ ആണ്. ഏകദേശം ഈ ഒരു ലെവൽ വരെ നമുക്ക് 50 to 60 ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ആ ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 88 നെക്സ്റ്റ് 4416 റേഞ്ച് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ വ്യൂ അനുസരിച്ച് ബുള്ളിഷ് മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. സെല്ലിംഗ് ഓൺലി സ്കാൽപ്പ് മാത്രമാണ് ഉള്ളൂ. കാരണം ഈ ലെവലിന്റെ മേലെ മാർക്കറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെവി ബുള്ളിഷ് ആണ് വരുന്നത്. ഓക്കെ, ഈ ലെവലിന്റെ അബോ നമുക്ക് ഹെവി ബുള്ളിഷ് ആണ് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ലെവൽസ് എല്ലാം ഫ്രൈഡേ വരെ ആക്റ്റീവ് ആയിരിക്കും, ഈ വാലിഡ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലെവൽ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. ഗോൾഡിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മളിത് ബൈ ഉണ്ട് 200-210 പോയിന്റിൽ ഇപ്പോൾ റണ്ണിങ്ങിലാണ് ഉള്ളത്. സ്റ്റിൽ ഇന്നെടുത്തത് ഈ ലെവലിലാണ് നമുക്കുള്ളത്. വേണമെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഈ ലെവലിൽ വരികയാണെങ്കിൽ ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 4 ലെവലും നിങ്ങൾക്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ SL വെച്ചാൽ മതി, അതിനുശേഷം ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ SL വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ പഠിച്ചിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് അതിനകത്ത് വോളിയം പ്രൊഫൈലിൻ്റെ ലോജിക്ക് വെച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.